ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. ഈ ക്ലാസ്സിൽ കാളിദാസൻ്റെ കുമാരസംഭവം എന്ന മഹാകാവ്യത്തിലെ 5-ാമത്തെ സർഗം നോക്കാം. PSC സിലബസിൽ ഉള്ളതാണിത്. അപ്പോൾ അതിനു മുമ്പ് കുമാരസംഭവത്തെ പറ്റിയിട്ടൊരു ചെറിയ ആമുഖം പറയാം. ഇത് എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ എന്ന ടെക്സ്റ്റ് റെഫർ ചെയ്തുകൊണ്ടാണ് ഈ ആമുഖം പറയുന്നത്. The history of Sanskrit literature can be said to consist of 3 periods. The Vedic period from 3000 BC to 600 BC, Sutra period from 800 BC to 200 BC, Classical period from 600 BC to 1100 AD or up to the modern times. അതായത് സംസ്കൃത സാഹിത്യ ചരിത്രത്തിനെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിനെ ഒരു 3 കാലഘട്ടങ്ങളിലായിട്ട് നമുക്ക് വിഭജിച്ച് മനസ്സിലാക്കാം. ഏതൊക്കെയാണ് 3 കാലഘട്ടങ്ങളെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേതാണ് ദ വേദിക് പീരീഡ്, വേദകാലഘട്ടം എന്ന് പറയുന്നത്. അത് ഏകദേശം 3000 BC തൊട്ട് 600 BC വരെയാണ് കണക്കാക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാലഘട്ടമായിട്ട് സൂത്ര പീരീഡാണ്. സൂത്ര കാലഘട്ടം അത് 800 BC തൊട്ട് 200 BC വരെയാണ് കണക്കാക്കുന്നത്. അതിനുശേഷം ക്ലാസിക്കൽ പീരീഡ്, ക്ലാസിക്കൽ കാലഘട്ടം അത് 600 BC തൊട്ട് 1100 AD വരെ, അല്ലെങ്കിൽ ഇന്നേ കാലം വരെ, മോഡേൺ ടൈംസ് വരെ ഉള്ള സാഹിത്യ കൃതികളുടെയൊക്കെ ഒരു വളർച്ചയെയും ഒക്കെ ഈ ക്ലാസിക്കൽ പീരീഡിൽ പറയാം. അപ്പോൾ ഈ സംസ്കൃത സാഹിത്യ ചരിത്രത്തെ മനസ്സിലാക്കുമ്പോൾ അതിനെ 3 വ്യത്യസ്ത കാലഘട്ടങ്ങളിലുണ്ടായിട്ടുള്ള സാഹിത്യകൃതികൾ, സാഹിത്യ സംഭാവനകൾ എന്ന രീതിയിൽ മനസ്സിലാക്കാം. അപ്പോൾ ആ 3 വ്യത്യസ്ത കാലഘട്ടങ്ങൾ ഏതൊക്കെയാണ്? വേദകാലഘട്ടം, സൂത്രകാലഘട്ടം, ക്ലാസിക്കൽ പീരീഡ്, ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത് കുമാരസംഭവം എന്ന മഹാകാവ്യത്തെ പറ്റിയാണ്. അപ്പോൾ അതിലേക്ക് കടക്കാം. ഈ മഹാകാവ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസിക്കൽ പീരീഡ്, 3-ാമത്തെ ക്ലാസിക്കൽ പീരീഡിലാണ് വരുന്നത്. 200 BC തൊട്ട് 1100 AD വരെ എന്ന് പറയാം. അപ്പോൾ ഇവിടെ പറയുന്നത് രാമായണം വാസ് ദ ഫസ്റ്റ് മഹാകാവ്യം ആൻഡ് വാൽമീകി വാസ് ദ ആദികവി. രാമായണമാണ് ആദ്യത്തെ മഹാകാവ്യം. ആദികവി എന്നറിയപ്പെടുന്നത് വാൽമീകി മഹർഷിയാണ്. രാമായണത്തിൻ്റെ കർത്താവായിട്ടുള്ള വാൽമീകി മഹർഷിയാണ്. ദ നെക്സ്റ്റ് പോയറ്റ് നോൺ ഈസ് വ്യാസ. വാൽമീകിക്ക് ശേഷം അടുത്തതായിട്ട് അറിയപ്പെടുന്ന കവി ആരാണ്? വ്യാസനാണ്. വ്യാസൻ ആരാണ്? ദ ഓതർ ഓഫ് മഹാഭാരതം വിച്ച് കമ്പെയിൻസ് ദ ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് കാവ്യ ആൻഡ് ശാസ്ത്ര. മഹാഭാരതത്തിൻ്റെ കർത്താവാണ് വ്യാസൻ. മഹാഭാരതം എങ്ങനെയുള്ള കൃതിയാണ്? അതൊരു കാവ്യമാണെന്നും പറയാം, അല്ലെങ്കിൽ അതൊരു ശാസ്ത്ര ഗ്രന്ഥമാണെന്നും പറയാം. ദ നെക്സ്റ്റ് ഓതർ ഓഫ് ഓർണേറ്റ് പോയട്രി ഹൂസ് വർക്ക്സ് ഹാവ് ബീൻ പ്രിസർവ്ഡ് ഈസ് കാളിദാസ. അങ്ങനെ വാൽമീകി മഹർഷി കഴിഞ്ഞ് വ്യാസൻ കഴിഞ്ഞ് അടുത്ത ഒരു കവിയെ എടുക്കുമ്പോൾ അതാരാണെന്ന് ചോദിച്ചാൽ അത് കാളിദാസനാണ്. ബിറ്റ്വീൻ വ്യാസ ആൻഡ് കാളിദാസ എ ഫ്യൂ സെഞ്ചുറീസ് ഹാവ് പാസ്ഡ് വെൻ ദർ വാസ് കണ്ടിന്യൂസ് ലിറ്റററി ആക്ടിവിറ്റി, ദോ നോ കാവ്യ ഓഫ് ദാറ്റ് പീരീഡ് ഹാസ് ബീൻ പ്രിസർവ്ഡ്. പക്ഷേ വ്യാസൻ കഴിഞ്ഞിട്ട് കാളിദാസൻ എന്ന് പറയുമ്പോൾ വ്യാസനും കാളിദാസനും ഇടയിൽ ഒരുപാട് മഹാകവികൾ ഉണ്ടായിരുന്നിരിക്കാം, കാവ്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതൊന്നും ലഭ്യമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഒരു പക്ഷേ ലഭ്യമല്ലാത്തത് കൊണ്ട് ചില കവികളെ അറിയപ്പെടാതെ പോയിരിക്കാം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ കുമാരസംഭവത്തിലേക്ക് വരുമ്പോൾ കുമാരസംഭവത്തിൻ്റെ കർത്താവ് കാളിദാസ മഹാകവിയാണ് എന്ന് പറഞ്ഞു. ഈ കാളിദാസൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC 1-ാം നൂറ്റാണ്ടാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അദ്ദേഹം 2 മഹാകാവ്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഒന്ന് രഘുവംശം, അടുത്തത് കുമാരസംഭവം. അദ്ദേഹം എഴുതിയിട്ടുള്ള 3 ഡ്രാമകളാണ്, 3 നാടകങ്ങളാണ് മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, ശാകുന്തളം. ഇനി അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ഖണ്ഡകാവ്യമാണ് മേഘദൂതം എന്നിങ്ങനെ. അപ്പോൾ 6 കൃതികൾ കാളിദാസൻ്റേതായിട്ട് കിട്ടി. രഘുവംശം, കുമാരസംഭവം, മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, ശാകുന്തളം, മേഘദൂതം. ഇനി ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഋതുസംഹാരം എന്നൊരു ഖണ്ഡകാവ്യം കൂടി കാളിദാസൻ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുമാരസംഭവം എന്നുള്ളതൊരു മഹാകാവ്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മഹാകാവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ കാവ്യം തന്നെ പലതരത്തിലുണ്ട്. മഹാകാവ്യമുണ്ട്, ഖണ്ഡകാവ്യമുണ്ട്, അല്ലെങ്കിൽ ബേസിക്കലി പറയുകയാണെങ്കിൽ കാവ്യം 2 വിധമുണ്ട്. ഗദ്യം, പദ്യം. ഗദ്യകാവ്യങ്ങളുണ്ട്, പദ്യകാവ്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ കാവ്യത്തിന് ഡിവിഷൻ പലതരത്തിലാണ്. അപ്പോൾ മഹാകാവ്യം എന്ന് പറഞ്ഞിട്ട് കാവ്യത്തിനൊരു ഡിവിഷൻ വരുമ്പോൾ ഈ മഹാകാവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ലക്ഷണം എന്താണ്? എന്തൊക്കെ ഫീച്ചേഴ്സാണ് മഹാകാവ്യത്തിനുള്ളത്? ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? അസാധാരണധർമ്മ. അസാധാരണധർമ്മത്തിനെയാണ് ലക്ഷണം എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിൽ നിന്ന് നമ്മൾ വേർതിരിച്ചറിയുന്നത് ആ വസ്തുവിലുള്ള അസാധാരണ ധർമ്മം കൊണ്ടാണ്, അതായത് സ്പെഷ്യൽ ഫീച്ചർ കൊണ്ടാണ്. ഇപ്പോൾ ഒരു പേനയും പെൻസിലും എടുത്തു കഴിഞ്ഞാൽ ഇത് പേനയാണ് അല്ലെങ്കിൽ ഇത് പെൻസിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? പെൻസിലിന് മാത്രമുള്ള ചില ധർമ്മങ്ങൾ ഈ പെൻസിലിലുണ്ട്. പേനയിൽ നിന്ന് ഭിന്നമായിട്ട് പെൻസിലിൽ മാത്രമുള്ള ധർമ്മം പെൻസിലുള്ളത് കൊണ്ടാണ് നമുക്കിത് പെൻസിലാണെന്ന് പറയാൻ പറ്റുന്നത്. അതുപോലെ ഇത് പേനയാണ് എന്ന് പറയാൻ പറ്റുന്നത് പേനയുടേതായിട്ടുള്ള അസാധാരണ ധർമ്മമുണ്ട്. പെൻസിലില്ലാത്ത ഒരു ഫീച്ചർ പേനയിലുണ്ട്. അപ്പോൾ ഇത് പേനയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ മറ്റ് വസ്തുക്കളിലില്ലാത്ത ചില സ്പെഷ്യൽ ഫീച്ചേഴ്സ് പറയുമ്പോഴാണ് ഇത് ലക്ഷണമാവുന്നത്. അതിപ്പോൾ മഹാകാവ്യം എന്ന് പറയുമ്പോൾ ഖണ്ഡകാവ്യം എന്ന് നേരത്തെ പറഞ്ഞല്ലോ, മേഘദൂതം എന്നുള്ളത് കാളിദാസൻ്റെ ഒരു ഖണ്ഡകാവ്യമാണ്. അപ്പോൾ ഈ ഖണ്ഡകാവ്യവും മഹാകാവ്യവും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, മഹാകാവ്യത്തിന് അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്, ലക്ഷണമുണ്ട്. അതുകൊണ്ടാണ് മഹാകാവ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മഹാകാവ്യത്തിൻ്റെ ലക്ഷണം എന്ന് ചോദിച്ചാൽ, ദണ്ഡി എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള കാവ്യ അലങ്കാര ശാസ്ത്രജ്ഞൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് കാവ്യാദർശം എന്നുള്ളത്. ആ കാവ്യാദർശത്തിൽ മഹാകാവ്യത്തിൻ്റെ ലക്ഷണം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സർഗബന്ധോ മഹാകാവ്യം ഉച്യത്തെ തസ്യ ലക്ഷണം ആശീർ നമസ്ക്രിയാവസ്തു നിർദ്ദേശോ വാപി തന്മുഖം ഇതിഹാസകഥോദ്ഭൂതമിതരദ്വാ സദാശ്രയം ചതുർവർഗഫലോപേതം ചതുരോദാത്തനായകം നഗരാർണവശൈലർത്തു ചന്ദ്രാർക്കോദയവർണ്ണനൈഃ ഉദ്യാനസലിലക്രീഡാ മധുപാനരഥോത്സവൈഃ വിപ്രലംഭൈർവിവാഹൈശ്ച കുമാരോദയവർണ്ണനൈഃ മന്ത്രദൂതപ്രയാണാജി നായകാഭ്യുദയൈരപി അലങ്കൃതമസംക്ഷിപ്തം രസഭാവനിരന്തരം സർഗൈരനതിവിസ്തീർണൈഃ ശ്രവ്യവൃത്തൈഃ സുസന്ധിഭിഃ സർവത്ര ഭിന്നവൃത്താന്തൈരുപേതം ലോകരഞ്ജകം കാവ്യം കൽപ്പാന്തരസ്ഥായി ജായേത സദലങ്കൃതി ന്യൂനമപ്യത്ര യൈഃ കൈശ്ചിദംഗൈഃ കാവ്യം ന ദുഷ്യതി. ഇത് ദണ്ഡി പറയുന്ന മഹാകാവ്യത്തിൻ്റെ ലക്ഷണമാണ്. ഇതിൻ്റെ സാമാന്യമായിട്ടുള്ള ഒരു അർത്ഥം പറയുകയാണെങ്കിൽ,
സർഗബന്ധോ മഹാകാവ്യം. മഹാകാവ്യം സർഗങ്ങളെ കൊണ്ട് ബന്ധിതമായിരിക്കണം. അതായത് മഹാകാവ്യത്തിൽ നമ്മൾ അധ്യായങ്ങളെന്ന് പറയില്ലേ, അപ്പോൾ അതുപോലെ ഇത്ര സർഗങ്ങൾ ഉണ്ടാവണം, സർഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കണം. ഒന്നാമത്തെ സർഗം, രണ്ടാമത്തെ സർഗം. ഇപ്പോൾ രഘുവംശത്തിൽ 19 സർഗങ്ങളാണുള്ളത്. അപ്പോൾ സർഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കണം മഹാകാവ്യത്തിനെ. ആശീർ നമസ്ക്രിയാവസ്തു നിർദ്ദേശോ വാപി തന്മുഖം. ആ മഹാകാവ്യത്തിൻ്റെ മുഖത്തിൽ ആദ്യ ഭാഗത്ത് എന്തുണ്ടാവണം? ആശിസ്, അതായത് ആശീർവാദം കൊടുക്കുക. നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ എന്നുള്ള രീതിയിൽ ആശീർവാദം കൊടുക്കുക. അല്ലെങ്കിൽ നമസ്ക്രിയ, ഇഷ്ടദേവനെ നമസ്കരിക്കുക. അല്ലെങ്കിൽ വസ്തുനിർദ്ദേശം, പറയാൻ പോകുന്ന കഥയുടെ ഇതിവൃത്തത്തെ സൂചിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ മഹാകാവ്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് ചെയ്യണം. ഇതിഹാസ കഥോദ്ഭൂത മിതരദ്വാ സദാശ്രയം. ഇതിഹാസത്തെ ആശ്രയിച്ചിട്ട് ഉള്ള ഇതിവൃത്തത്തെ സ്വീകരിക്കണം ഇതിലെ കഥയായിട്ട്. അല്ലെങ്കിൽ സദാശ്രയം, നല്ല കഥയെ, സച്ചരിതങ്ങളെ ആശ്രയിച്ചിട്ടുള്ള ഇതിവൃത്തമായിരിക്കണം മഹാകാവ്യങ്ങളിൽ സ്വീകരിക്കേണ്ടത്. ചതുർവർഗ ഫലോപേതം ചതുരോദാത്ത നായകം. ധർമാർത്ഥകാമ മോക്ഷങ്ങളായിട്ടുള്ള ചതുർവർഗങ്ങളെ പറയണം. അതുപോലെ 4 തരത്തിലുള്ള നായകന്മാരുണ്ടെന്ന് പറയുന്നുണ്ട്. ധീരോദാത്തൻ, ധീരലളിതൻ, ധീരശാന്തൻ എന്നിങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള നായകന്മാരായിരിക്കണം ഇതിലുള്ളത്. നഗരാർണവ ശൈലർത്തു ചന്ദ്രാർക്കോദയ വർണ്ണനൈഹി. നഗരം, സമുദ്രം, പർവ്വതം, ചന്ദ്രൻ, സൂര്യൻ ഇവയുടെ ഉദയം ഇതൊക്കെ വർണ്ണിക്കണം. ഉദ്യാന സലിലക്രീഡ മധുപാന രഥോത്സവൈഹി. ഉദ്യാനം, അതുപോലെ ജലക്രീഡ, മധുപാനം ഇതിനെയൊക്കെ വർണ്ണിക്കണം. വിപ്രലംഭൈർ വിവാഹൈശ്ച കുമാരോദയ വർണ്ണനൈഹി. വിപ്രലംഭം, അതുപോലെ വിവാഹം, സന്തതികളുടെ ജനനം അതൊക്കെ വർണ്ണിക്കണം. പിന്നെ മന്ത്രം, ദൂതം, യുദ്ധത്തിനുള്ള പ്രയാണം, യുദ്ധം, നായകൻ്റെ വിജയം ഇതൊക്കെ വർണ്ണിക്കണം. പിന്നെ അലങ്കൃതം അസംക്ഷിപ്തം, അലങ്കൃതമായിരിക്കണം. രസഭാവ നിരന്തരം, രസങ്ങളും ഭാവങ്ങളുമൊക്കെ ഉണ്ടാകണം. പിന്നെ സർഗൈരനതിവിസ്തീർണൈഹി ശ്രവ്യവൃത്തൈഹി സുസന്ധിഭിഹി സർവത്ര ഭിന്നവൃത്താന്തൈരുപേതം ലോകരഞ്ജകം. ഇങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള, സാമാന്യമായിട്ടുള്ള അർത്ഥമാണ് പറഞ്ഞത്, ഇങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള മഹാകാവ്യം കൽപ്പാന്തരസ്ഥായി ജായേത, ഒരുപാട് കാലം നിലനിൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ന്യൂനമപ്യത്രയൈഹി കൈശ്ചിതംഗൈഹി കാവ്യം ന ദുഷ്യതി. ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. മഹാകാവ്യത്തിൽ ഇന്നത് വേണം, ഇന്നത് വർണ്ണിക്കണം, ഇന്നത് വർണ്ണിക്കണം. അപ്പോൾ ഇതിലെ ചില കാര്യങ്ങളില്ലെങ്കിൽ പോലും ഇത് മഹാകാവ്യമല്ല, ഇത് ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല. ഇതിലെ ചിലതൊക്കെ ഒഴിവായാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് മഹാകാവ്യത്തിൻ്റെ ലക്ഷണം ദണ്ഡി പറയുന്നത്. അപ്പോൾ കുമാരസംഭവം ഒരു മഹാകാവ്യമായതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞത്. പിന്നെ നമുക്ക് കുമാരസംഭവത്തിലേക്ക് കടക്കാം. കുമാരസംഭവം. അറ്റ് പ്രസൻറ്റ് ദിസ് വർക്ക് കൺസിസ്റ്റ് ഓഫ് 17 കാൻഡോസ്. ഇന്ന് ലഭ്യമായിട്ടുള്ള കുമാരസംഭവത്തിൽ 17 സർഗങ്ങളാണുള്ളത്. അപ്പോൾ എന്താണ് മഹാകാവ്യ ലക്ഷണത്തിൽ പറഞ്ഞത്? സർഗബന്ധോ മഹാകാവ്യം, സർഗങ്ങളായിട്ട് മഹാകാവ്യത്തെ വിഭജിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കുമാരസംഭവത്തിൽ 17 സർഗങ്ങളാണുള്ളത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ ബർത്ത് ഓഫ് ദ വാർ ഗോഡ് കുമാര ഓർ സുബ്രഹ്മണ്യ ആൻഡ് ദ കില്ലിംഗ് ഓഫ് താരകാസുര, എ പവർഫുൾ എനിമി ഓഫ് ദ ഗോഡ്സ്. ഇതിൽ ഈ കുമാരസംഭവത്തിൽ എന്താണ് കഥ എന്ന് ചോദിച്ചാൽ, യുദ്ധദേവനായിട്ടുള്ള കുമാരൻ്റെ, അതായത് സുബ്രഹ്മണ്യൻ്റെ ജനനവും താരകാസുരൻ്റെ വധവുമാണ് വർണ്ണിക്കുന്നത്. താരകാസുരനെ വധിക്കാനായിട്ടാണ് സുബ്രഹ്മണ്യൻ ജനിക്കുന്നത്. അപ്പോൾ ഈ താരകാസുരൻ ആരായിരുന്നു? ദേവന്മാരുടെയൊക്കെ ശത്രുവായിരുന്നു. The great poet Kalidasa is said to have written only up to the end of the 8th canto. 8ാം സർഗത്തിൻ്റെ അവസാനം വരെയാണ് കാളിദാസൻ എഴുതിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് കാളിദാസൻ കുമാരസംഭവം 8ാം സർഗം വരെ എഴുതിയിട്ടുള്ളൂ.
The well-known commentators Arunagirinatha and Mallinatha have commented only on 8 cantos in which the marriage of Shiva and Parvati and the circumstances that led to that marriage and described in detail. അപ്പോൾ ഈ 8-ാം സർഗം വരെ കാളിദാസൻ്റെ കൃതികൾക്കൊക്കെ വ്യാഖ്യാനം എഴുതിയിട്ടുള്ള അരുണഗിരിനാഥനും മല്ലിനാഥനും ഒക്കെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് 8-ാമത്തെ സർഗം വരെ മാത്രമാണ്. അപ്പോൾ ഇതുവരെയുള്ള കഥ എന്താണെന്ന് ചോദിച്ചാൽ ശിവൻ്റെയും പാർവതിയുടെയും വിവാഹം, അതുപോലെ ആ വിവാഹത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, ഇത് ആണ് ഈ 8-ാമത്തെ സർഗം വരെ വിവരിച്ചിട്ടുള്ളത്. PSCയുടെ സിലബസിൽ കുമാരസംഭവം 5-ാം സർഗമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 5-ാം സർഗത്തിൻ്റെ സാരം എന്താണ് എന്ന് പറയാം. ശിവൻ്റെയും പാർവതിയുടെയും വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് കഠിന തപസ്സിലിരിക്കുന്ന ശിവനു നേരെ കാമദേവനോട് തൻ്റെ അസ്ത്രങ്ങൾ ശിവന് നേരെ എയ്യണമെന്ന് ദേവന്മാർ പറഞ്ഞതനുസരിച്ച് കാമദേവൻ തൻ്റെ അസ്ത്രങ്ങൾ ശിവന് പാർവതിയോട് പ്രണയം തോന്നാൻ വേണ്ടിയിട്ട് തൻ്റെ അസ്ത്രങ്ങൾ ശിവന് നേരെ പ്രയോഗിച്ചു. എന്നാൽ അതിൽ ദേഷ്യം പൂണ്ട് പരമശിവൻ കാമദേവനെ ഭസ്മമാക്കി. അപ്പോൾ തൻ്റെ വളരെയധികം സൗന്ദര്യവതിയായിട്ടുള്ള പാർവതിക്ക് ഇതിൽ വളരെയധികം വിഷമമുണ്ടാകുകയാണ്. തൻ്റെ സൗന്ദര്യം കൊണ്ടൊന്നും ശിവനെ ഭർത്താവായിട്ട് തനിക്ക് ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ പാർവതി തപസ്സനുഷ്ഠിക്കുവാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഈ തപസ്സിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പാർവതിയുടെ അമ്മയായ മേന ഒരുപാട് പ്രാവശ്യം പാർവതിയോട് പറഞ്ഞു തപസ്സിന് തടസ്സം സൃഷ്ടിക്കാൻ. അതായത് തൻ്റെ മകൾ ഇങ്ങനെ ഘോര തപസ് അനുഷ്ഠിച്ചാൽ അത് അവൾക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അമ്മ അവളെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം വിജയിച്ചില്ല. പാർവതി തൻ്റെ പിതാവായിട്ടുള്ള ഹിമവാനാണ് പാർവതിയുടെ അച്ഛൻ. ഹിമവാൻ്റെ അനുമതിയോടുകൂടി ഹിമഗിരി ശൃംഗത്തിൽ തപസ് ആരംഭിച്ചു പാർവതി. ഓരോ ദിവസം കഴിയും തോറും കഠിനമായിക്കൊണ്ടിരിക്കുകയാണ് പാർവതിയുടെ തപസ്. അപ്പോൾ തപസ് ചെയ്യുന്ന താപസന്മാർ തപസ്സിൻ്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിൽ എത്തുമ്പോൾ അവർ ചെയ്യുന്നൊരു കാര്യമാണ് പർണഭക്ഷണം. പർണഭക്ഷണം എന്ന് പറഞ്ഞാൽ തപസ് ഏറ്റവും പീക്കിലെത്തുമ്പോൾ അവർ പിന്നൊന്നും കഴിക്കില്ല, വെറും ഇല മാത്രം ഭക്ഷിക്കും. അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ പാർവതി ആ ഇല ഭക്ഷണം പോലും ഉപേക്ഷിച്ചു. അങ്ങനെ അവൾക്ക് അപർണ എന്ന പേര് കിട്ടി. അങ്ങനെ പാർവതി തപസ് ചെയ്യുന്ന ആ സമയത്ത് ഒരു ബ്രഹ്മചാരി പാർവതിയുടെ ആ തപോവനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ആ ബ്രഹ്മചാരിയെ പാർവതി വേണ്ട രീതിയിൽ സ്വീകരിച്ചു. അപ്പോൾ ബ്രഹ്മചാരി ചോദിച്ചു എന്തിനു വേണ്ടിയാണ് പാർവതി തപസ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ശിവനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് തപസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയ ബ്രഹ്മചാരി പാർവതിയോട് തനിക്കുണ്ടായിരുന്ന ആദരവൊക്കെ നഷ്ടപ്പെട്ടതായിട്ട് പറഞ്ഞു. ഈ ശിവൻ ചെയ്യുന്ന അമംഗളാചരണങ്ങളെ പറ്റിയിട്ട്, അതായത് ശിവനെ പറ്റി പരമാവധി താഴ്ത്തിക്കെട്ടി പറഞ്ഞു ഈ ബ്രഹ്മചാരി. ആരോട്? പാർവതിയോട്. ശിവൻ അങ്ങനെയുള്ള ആളാണ്, ശിവൻ ശ്മശാനത്തിൽ താണ്ഡവമാടുന്ന, ശ്മശാന ഭസ്മം ധരിക്കുന്ന ആളാണ്, കാളയുടെ പുറത്ത് പോകുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലതരത്തിൽ ആക്ഷേപിച്ചു. അപ്പോൾ പാർവതിയുടെ സൗന്ദര്യത്തിനെ പറ്റിയ ആളൊന്നുമല്ല ശിവൻ എന്ന് പറഞ്ഞ് ഒരുപാട് ബ്രഹ്മചാരി ശിവനെ ആക്ഷേപിച്ചു. അപ്പോൾ ഇതിനൊക്കെ മറുപടി പാർവതി കൊടുക്കുകയാണ്. പിന്നെയും ബ്രഹ്മചാരി എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ പാർവതി ഇനി അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ചു.
പിന്തിരിപ്പിക്കാൻ തോഴിയോട് പാർവതി പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നത് കേൾക്കുക എന്നത് കൂടി ഒരു പാപമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവാണെന്ന് പറഞ്ഞ് പാർവതി ബ്രഹ്മചാരിയുടെ അടുത്ത് നിന്ന് പോവാൻ തയ്യാറായി. അപ്പോൾ ബ്രഹ്മചാരി വേഷം മാറുന്നു. പാർവതിക്ക് മുമ്പിൽ ആ ബ്രഹ്മചാരിയായിട്ട് വന്നത് സാക്ഷാൽ ചന്ദ്രശേഖരൻ, സാക്ഷാൽ പരമേശ്വരനാണ്. അപ്പോൾ ആ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് പറയാണ്, ഭവതി തപസ് ചെയ്ത് നേടിയ ക്രീതദാസനാണ് ഞാൻ, തപസ് ചെയ്ത് നേടിയ ആളാണ് ഞാൻ, ദാസനാണ് ഞാൻ എന്ന് പരമേശ്വരൻ പാർവതിയോട് പറയുന്നു. അങ്ങനെ പാർവതിയെ വിവാഹം കഴിക്കാൻ പരമശിവൻ തയ്യാറായി വരികയാണ്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് തപസ് ചെയ്തതിൻ്റെ ഫലം പാർവതിക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇതാണ് 5-ാം സർഗത്തിൻ്റെ കഥാസാരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുമാരസംഭവത്തിലെ 5-ാം സർഗത്തിലെ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അപ്പോൾ തൻ്റെ കൺമുമ്പിൽ വെച്ചിട്ട് കാമദേവനെ ശിവൻ ഭസ്മീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വളരെയധികം സങ്കടപ്പെട്ട പാർവതി, എൻ്റെ സൗന്ദര്യം എന്തിനു കൊള്ളാം എന്ന് പറഞ്ഞ് തൻ്റെ തന്നെ സൗന്ദര്യത്തെ നിന്ദിക്കുകയാണ്. ആദ്യത്തെ ശ്ലോകത്തിൽ അതാണ്. അപ്പോൾ ഈ 5-ാം സർഗത്തിൻ്റെ പേരാണ് തപഫലോദയം എന്നുള്ളത്. അപ്പോൾ 1-ാമത്തെ ശ്ലോകം നോക്കാം. പാർവതി തൻ്റെ തന്നെ സൗന്ദര്യത്തെ നിന്ദിക്കുന്നതായിട്ടുള്ള ശ്ലോകമാണ്. തഥാ സമക്ഷം ദഹതാ മനോഭവം പിനാകിനാ ഭഗ്നമനോരഥാ സതി നിനിന്ദരൂപം ഹൃദയേന പാർവതി പ്രിയേഷു സൗഭാഗ്യഫലാ ഹി ചാരുതാ. ഒന്നും കൂടി വായിക്കാം. തഥാ സമക്ഷം ദഹതാ മനോഭവം പിനാകിനാ ഭഗ്നമനോരഥാ സതി നിനിന്ദരൂപം ഹൃദയേന പാർവതി പ്രിയേഷു സൗഭാഗ്യഫലാ ഹി ചാരുതാ. ഈ ശ്ലോകത്തിൻ്റെ അന്വയക്രമം പറയുകയാണെങ്കിൽ, പാർവതി തഥാ സമക്ഷം മനോഭവം ദഹതാ പിനാകിനാ ഭഗ്നമനോരഥാ സതി ഹൃദയേന രൂപം നിനിന്ദ ഹി ചാരുതാ പ്രിയേഷു സൗഭാഗ്യഫലാ. ഒന്നും കൂടി പറയാം. പാർവതി തഥാ സമക്ഷം മനോഭവം ദഹതാ പിനാകിനാ ഭഗ്നമനോരഥാ സതി ഹൃദയേന രൂപം നിനിന്ദ ഹി ചാരുതാ പ്രിയേഷു സൗഭാഗ്യഫലാ. കുമാരസംഭവം 4-ാമത്തെ സർഗത്തിൽ കാമദേവൻ്റെ ദഹനവും കാമദേവൻ്റെ പത്നിയായിട്ടുള്ള രതിയുടെ വിലാപവും വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിനുശേഷം വരുന്ന ഭാഗമാണിത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? പാർവതി തഥാ സമക്ഷം, പാർവതി തൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് മനോഭവം ദഹതാ പിനാകിന, കാമദേവനെ ദഹിപ്പിച്ചു. പാർവതിയുടെ മുന്നിൽ വെച്ചിട്ട് ശിവൻ കാമദേവനെ ദഹിപ്പിച്ചു. അപ്പോൾ പിനാകിന ഭഗ്നമനോരഥാ സതി, അപ്പോൾ പിനാകിയാൽ, അതായത് ശിവനാൽ ഭഗ്നമനോരഥയായിട്ടുള്ള തൻ്റെ ആഗ്രഹം നടക്കില്ല, തൻ്റെ മനോരഥം ഭഗ്നമായി, പാർവതിയുടെ ആഗ്രഹം ഭഗ്നമായി. എന്തുകൊണ്ടാണ് ഭഗ്നമായത്? പാർവതിയുടെയും ശിവൻ്റെയും വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ് കാമദേവൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടി പ്രയത്നിച്ച കാമദേവനെ ഇല്ലാതാക്കിയപ്പോൾ പാർവതി എന്താണ് വിചാരിക്കുന്നത്? എൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നടക്കില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് പാർവതി വരികയാണ്. ഹൃദയേന, ഹൃദയം കൊണ്ട്, രൂപം നിനിന്ദ. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയ പാർവതി തൻ്റെ തന്നെ സൗന്ദര്യത്തെ ഇങ്ങനെ നിന്ദിച്ചു. ഈ സൗന്ദര്യം കൊണ്ട് എന്ത് ഫലം?
ഹി ചാരുത പ്രിയേഷു സൗഭാഗ്യഫല. എന്തുകൊണ്ടെന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ഭർത്തൃമാനസ ഉല്ലാസപ്രധാനൈക ഫലം ഭവതി സൗന്ദര്യം. അതായത് ഭർത്താവിൻ്റെ മനസ്സിന് സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ സൗന്ദര്യത്തിൻ്റെ ഒരു പ്രയോജനമായിട്ട് പറയുന്നത്. അപ്പോൾ താൻ ഭർത്താവായിട്ട് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ശിവൻ തൻ്റെ സൗന്ദര്യത്തിൽ വശപ്പെടുന്നില്ല എങ്കിൽ തൻ്റെ ഈ സൗന്ദര്യം കൊണ്ട് എന്ത് ഫലം എന്ന് ചിന്തിച്ച് തൻ്റെ സൗന്ദര്യത്തെ തന്നെ നിന്ദിക്കുകയാണ് പാർവതി ചെയ്യുന്നത് എന്നതാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം. വംശസ്ഥം എന്ന വൃത്തത്തിലാണ് ഈ ഒരു ശ്ലോകം എഴുതിയിട്ടുള്ളത്. വംശസ്ഥത്തിൻ്റെ ലക്ഷണം എങ്ങനെയാണ്? ജതൗതു വംശസ്ഥമുദീരിതം ജരൗ എന്നുള്ളതാണ്. അത് വൃത്തങ്ങൾ വരുമ്പോൾ അവിടെ നോക്കാം. അപ്പോൾ ഇവിടെ ശ്ലോകം ഒന്നും കൂടി പറയാം. തഥാ സമക്ഷം ദഹതാ മനോഭവം പിനാകിനാ ഭഗ്നമനോരഥാ സതി നിനിന്ദരൂപം ഹൃദയേന പാർവതി പ്രിയേഷു സൗഭാഗ്യഫലാ ഹി ചാരുത. ഇവിടെ നിന്ന് 2 ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് PSCയിൽ. പാർവതി കേന ഭഗ്നമനോരഥ. പാർവതി ആരാലാണ് മനോരഥം ഭഗ്നമാക്കപ്പെട്ടത്? അതായത് പാർവതിയുടെ മനോരഥം ഭഗ്നമാക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ആരാലാണ് ഭഗ്നമാക്കപ്പെട്ടത് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അത് അപ്പോൾ ഉത്തരം പിനാകിന എന്നാണ്. പിനാകിയാൽ, ശിവനാലാണ് തൻ്റെ മനോരഥം ഭഗ്നമാക്കപ്പെട്ടത്, പാർവതിയുടെ മനോരഥം ഭഗ്നമാക്കപ്പെട്ടത്. കാരണം എന്താണ്? കാമദേവനെ ദഹിപ്പിച്ചു കളഞ്ഞപ്പോഴാണ് പാർവതി തൻ്റെ മനോരഥം ഭഗ്നമാക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ പിനാകിയാണ് തൻ്റെ മനോരഥത്തെ ഭഗ്നമാക്കിയത്. ഇനി ഈ ഞാനും ശിവനുമായിട്ടുള്ള വിവാഹം നടക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് മനസ്സിലാക്കിയത് പിനാകിയുടെ, ശിവൻ്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ടാണ്. അപ്പോൾ സാധ്യത കുറവാണെന്നല്ല, ഇപ്പോൾ ഈ മനോരഥം നടക്കാൻ പോകുന്നില്ല. പക്ഷേ പാർവതി ഉറച്ച മനസ്സോടുകൂടിയാണ്. ഇനി അടുത്ത ഘട്ടം എന്താണ്? തപസ്സാണ്. ഞാൻ കഠിന തപസ്സാണ് ചെയ്യാൻ പോകുന്നത്, ഞാനത് നേടിയെടുക്കും എന്നുള്ള വാശിയിലാണ് പാർവതി പോകുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യം കണ്ടത് ഹൃദയേന രൂപം നിനിന്ദ. ഹൃദയം കൊണ്ട് തൻ്റെ തന്നെ സൗന്ദര്യത്തെ നിന്ദിച്ചു. കാ എന്നാണ് ചോദ്യം. ആരാണ് ഹൃദയം കൊണ്ട് തൻ്റെ തന്നെ സൗന്ദര്യത്തെ നിന്ദിച്ചത് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അപ്പോൾ ഉത്തരം പാർവതി എന്നുള്ളതാണ്. ഇവിടെ പറയുന്ന ഭാവാർത്ഥം വായിക്കാം. മുമ്പ് പറഞ്ഞ പ്രകാരം തൻ്റെ കൺമുമ്പിൽ വെച്ച് ശിവൻ കാമദേവനെ ഭസ്മീകരിച്ചപ്പോൾ ശിവൻ്റെ പത്നിയായിത്തീരുക എന്ന സ്വമനോരഥ ഭഞ്ജനത്താൽ ശിഥിലമാനസയായ പാർവതി ലോകാതിശായിയായ സ്വന്തം സൗന്ദര്യത്തെ നിന്ദിച്ചു. കാരണം സ്ത്രീകൾക്ക് സൗന്ദര്യം പ്രിയന്മാരിൽ മാനസോല്ലാസപ്രദാനത്തിനു വേണ്ടിയുള്ളതാണല്ലോ. അതിനു കഴിഞ്ഞില്ലെങ്കിൽ ലോകാതിശായി എന്ന് ലോകർ പുകഴ്ത്തുന്ന ഈ സൗന്ദര്യം കൊണ്ട് എന്തു പ്രയോജനം എന്നർത്ഥം. ഇവിടെ നിനിന്ദ എന്നുള്ളതാണ് ക്രിയാപദം. ഇത് ലിട്ടിൽ പരസ്മൈപദം. ലിട്ട് പ്രഥമ പുരുഷ ഏകവചനമാണ്. പ്രഥമ പുരുഷനിലെ രൂപങ്ങൾ എങ്ങനെയാണ്? നിനിന്ദ, നിനിന്ദതുഹു, നിനിന്ദുഹു എന്നാണ്. ഇനി വിഗ്രഹം പറയുകയാണെങ്കിൽ പാർവതി എന്നുള്ളതിൻ്റെ വിഗ്രഹവാക്യം എന്താണ്? പർവതസ്യ അപത്യം സ്ത്രീ പാർവതി. പർവതത്തിൻ്റെ മകൾ ആരാണോ അവളാണ് പാർവതി. പർവതസ്യ അപത്യം സ്ത്രീ പാർവതി. അപ്പോൾ ഈ ക്ലാസ്സിൽ
പറഞ്ഞ വിവരങ്ങളുടെ റെഫറൻസ് എന്താണെന്ന് വെച്ചാൽ എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ടി.കെ. രാമചന്ദ്ര അയ്യരുടെ പുസ്തകവും പിന്നെ കുമാരസംഭവം കാളിദാസൻ്റെ മഹാകവി കാളിദാസൻ്റെ വ്യാഖ്യാതാവ് ഡോക്ടർ പ്രസാദ് അഞ്ചൽ ഈ പുസ്തകമാണ് ഇവിടെ റെഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നിവിടെ പറഞ്ഞത് ഈ കുമാരസംഭവം ഒരു മഹാകാവ്യമാണ്. അപ്പോൾ ആ മഹാകാവ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. സംസ്കൃത സാഹിത്യ ചരിത്രത്തിനെ 3 കാലഘട്ടങ്ങളിലായിട്ട് മനസ്സിലാക്കാം. 3 കാലഘട്ടങ്ങളിലായിട്ട് അതിൻ്റെ വളർച്ചയെ നമ്മൾ മനസ്സിലാക്കുന്നു. വേദിക് പീരീഡ്, സൂത്ര പീരീഡ്, ക്ലാസിക്കൽ പീരീഡ്. അപ്പോൾ അതിൽ ക്ലാസിക്കൽ പീരീഡിൽ വരുന്നതാണ് മഹാകാവ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദികാവ്യമായിട്ടുള്ള രാമായണത്തെ ആദ്യം സ്മരിക്കണം, അതിനുശേഷം മഹാഭാരതത്തെ. അതിനുശേഷം ഒരുപാട് കവികൾ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷെ അവയൊന്നും ഇല്ലാത്തത് കൊണ്ട് അറിയില്ല. അപ്പോൾ കാളിദാസനെയാണ് പിന്നീട് പറയുന്നത്. മഹാകവി കാളിദാസൻ അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതികളെ പറ്റി പറഞ്ഞു. അപ്പോൾ അതിലൊന്നാണ് കുമാരസംഭവം. കുമാരസംഭവം ഒരു മഹാകാവ്യമാണ്. അപ്പോൾ മഹാകാവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് പ്രത്യേകം ചില ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതാണ് മഹാകാവ്യ ലക്ഷണത്തിൽ പറയുന്നത്. ദണ്ഡി പറയുന്ന മഹാകാവ്യ ലക്ഷണം പറഞ്ഞു. കുമാരസംഭവത്തിൽ എന്താണ് കഥ? എത്ര സർഗങ്ങളുണ്ട്? 17 സർഗങ്ങളാണുള്ളത്. എന്നാൽ 8 സർഗങ്ങളെ കാളിദാസൻ എഴുതിയിട്ടുള്ളൂ. 8 സർഗം വരെയുള്ള കഥ എന്ന് പറയുന്നത് പാർവതി പരമേശ്വരന്മാരുടെ വിവാഹവും അതിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യങ്ങളുമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഈ 5ാം സർഗത്തിൻ്റെ കഥാസാരം എന്താണെന്ന് പറഞ്ഞു. 5ാം സർഗത്തിലെ 1ാമത്തെ ശ്ലോകവും പറഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. നമസ്കാരം.